ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ കുറഞ്ഞത് ആളില്ലാ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 16 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇതിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന 10 റിപ്പർ സ്ട്രൈക്ക് ഡ്രോണുകളും ഉൾപ്പെടുന്നുണ്ട്. യുദ്ധം 3-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. റീപ്പർ ഡ്രോണുകളിൽ 9 എണ്ണം ആകാശത്ത് വെച്ചും ഒരെണ്ണം ജോർദാനിലെ എയർഫീൽഡിൽ വെച്ചുമാണ് തകർക്കപ്പെട്ടത്. പൈലറ്റില്ലാത്ത ഇത്തരം ഡ്രോണുകൾ അപകട സാധ്യത കൂടുതലുള്ള യുദ്ധമേഖലകളിൽ ഉപയോഗിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തവയാണ്. അതേസമയം ഇറാനെതിരായ യുദ്ധത്തിൽ ഒപ്പം ചേരാൻ വിസമ്മതിച്ച നാറ്റോ അംഗങ്ങളായ രാജ്യങ്ങൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ലോകത്തെ ഏറ്റവും കരുത്തുള്ള രാജ്യമാണ് അമേരിക്ക. അവർക്ക് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് പ്രതികരിച്ചത്. ഇറാനിലെ ഭീകരവാദ ഭരണകൂടത്തിനെതിരായ സൈനിക നടപടികളിൽ പങ്കാളികളാകാൻ താൽപ്പര്യമില്ലെന്നാണ് നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ USനെ അറിയിച്ചത്. ഈ നീക്കമാണ് ട്രംപിനെ ചൊടിപ്പിച്ചതും. തങ്ങൾ ചെയ്യുന്നതിനോട് ഓരോ രാജ്യങ്ങളും ശക്തമായി യോജിക്കുകയും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് നിലപാട് എടുക്കണമെന്നാണ് US നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ആവശ്യമുന്നയിച്ചത്. എന്നാൽ തനിക്ക് അവരുടെ ഈ നിലപാടിൽ അത്ഭുതമൊന്നുമില്ലെന്ന് ട്രംപ് പറയുന്നു. അതേസമയം കടലിൽ കിടക്കുന്ന ഇറാനിയൻ എണ്ണയ്ക്കുള്ള ഉപരോധം US ഉടൻ നീക്കിയേക്കുമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യാഴാഴ്ച പറഞ്ഞു. ആഗോള എണ്ണ വിതരണം പ്രതിസന്ധിയിലാവുകയും വില കുതിക്കുകയും ചെയ്തതോടെയാണ് US ഉപരോധം ഇളവ് ചെയ്യുന്നത്. ആണവ പരിപാടി, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ച് ഇറാൻ എണ്ണയ്ക്ക് ഉപരോധമേർപ്പെടുത്തിയിരിക്കുകയാണ് US. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാനിയൻ കപ്പലുകളിലെല്ലാമായി 10 കോടി വീപ്പ എണ്ണയുണ്ടാകുമെന്നാണ് USന്റെ കണക്കുകൂട്ടൽ. ഈ എണ്ണ ആഗോള വിപണിയിൽ എത്തുന്നതോടെ അടുത്ത 10-14 ദിവസത്തിനുള്ളിൽ എണ്ണവില കുറയുമെന്ന് ബെസൻ പറഞ്ഞു. ഇസ്രായേലും USും ചേർന്ന് നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഇറാൻ മാർച്ച് 2-ന് ഹോർമോസ് കടലിടുക്ക് അടച്ചത്. ഇറാൻ ആക്രമണം നിർത്തണമെന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് 12 ഗൾഫ്, അറബ്, ഇസ്ലാമിക രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. മന്ത്രിതല യോഗത്തിനു ശേഷമാണ് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. അസർബൈജാൻ, ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ, കുവൈറ്റ്, ലബനൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, തുർക്കി, UAE എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ റിയാദിലാണ് യോഗം ചേർന്നത്. മേഖലയിലെ സായുധ സംഘങ്ങൾക്ക് നൽകുന്ന പിന്തുണയും ഹോർമോസ് കടലിടുക്കിനു നേരെയുള്ള ഭീഷണിയും അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു സാഹചര്യത്തിലും അത്തരം ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. സ്വയം പ്രതിരോധിക്കാൻ രാജ്യങ്ങൾക്ക് അവകാശമുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണം, പ്രസ്താവനയിൽ പറയുന്നു.